നമസ്കാരം. ഓം ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം സ്കന്ധം 2 ഷഷ്ടോധ്യായ 6-ാം അധ്യായം. കുന്തിദേവിക്ക് എങ്ങനെയാണ് സൂര്യനിൽ നിന്നും ഒരു പുത്രൻ ജനിച്ചത് എന്നുള്ളതിനെപ്പറ്റി പറയുകയാണ് ഇവിടെ. സൂതൻ പറയുകയാണ് ഋഷിമാരോട്, ശൂരസേന രാജാവിൻ്റെ മകളും കന്യകയുമായ കുന്തിയെ കുന്തിഭോജൻ യാചിച്ചു വാങ്ങിക്കൊണ്ടുപോയി. എന്നിട്ട് സ്വന്തം പുത്രിയായിട്ട് അവളെ കരുതി അദ്ദേഹം ഹോത്രാഗ്നിയെ സേവിക്കാൻ അവളെ ഏർപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദുർവാസാവ് അവിടെ വന്നു. ദുർവാസാവിനെ ആദരപൂർവം പരിചരിച്ചത് കുന്തിയായിരുന്നു. അങ്ങനെ മുനിക്ക് വളരെ സന്തോഷമായിട്ട് അദ്ദേഹം അവൾക്കൊരു മന്ത്രം നൽകി. അത് ജപിച്ചുകൊണ്ട് ഉദ്ദിഷ്ടദേവനെ ധ്യാനിച്ചാൽ ആ ദേവൻ പ്രത്യക്ഷനാകും, അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു വരം കിട്ടിയപ്പോൾ കുന്തിക്ക് അത് പരീക്ഷിച്ചു നോക്കാൻ ധൃതിയായി. ആരായാലും അങ്ങനെയാണല്ലോ, അതൊന്ന് പരീക്ഷിക്കണമെന്ന് തോന്നുമല്ലോ. അങ്ങനെ അന്തഃപുരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഏത് ദേവനെയാണ് സ്മരിക്കേണ്ടത് എന്ന് ചിന്തിച്ചു. അപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നത് കൊണ്ട് അവൾ സൂര്യദേവനെ കണ്ടതുകൊണ്ട് മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് സൂര്യദേവനെ അവൾ ആഹ്വാനം ചെയ്തു. അപ്പോൾ മനുഷ്യരൂപം കൈക്കൊണ്ട സൂര്യൻ ആകാശത്തു നിന്നിറങ്ങി കൊട്ടാരത്തിൽ അവളുടെ അരികിലെത്തി. ആദിത്യനെ കണ്ട് കുന്തി വളരെയധികം അത്ഭുതപ്പെടുകയും ഉടനെ തന്നെ അവൾ രജസ്വലയായി തീരുകയും ചെയ്തു. കുന്തി സൂര്യനോട് പറഞ്ഞു, അവിടുത്തെ കണ്ടത് സന്തോഷമായി. ഇപ്പോൾ അവിടുന്ന് സ്വന്തം സ്ഥാനത്തേക്ക് എൻ്റെ അരികിൽ നിന്നും പൊയ്ക്കൊള്ളുക എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ സൂര്യൻ എന്താണ് മറുപടി പറഞ്ഞതെന്ന് അടുത്ത ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശ്ലോകം 22, 6-ാം അധ്യായത്തിൽ. ആഹൂതോസ്മി കഥം കുന്തി ത്വയാ മന്ത്രബലേന വൈ ന മാം ഭജസി കസ്മാത് ത്വം സമാഹൂയ പുരോഗതം. കുന്തി, നീ എന്നെ മന്ത്രബലം കൊണ്ട് വിളിച്ചു വരുത്തിയതെന്തിന്? വിളിച്ചു വരുത്തിയിട്ട് എന്നെ സ്വീകരിക്കാത്തത് എന്തുകൊണ്ട്? ശ്ലോകം 23. കാമാർത്തോസ്മ്യ സിതാപാംഗി ഭജമാം ഭാവസംയുതം മന്ത്രേണ അധീനതാം പ്രാപ്തം ക്രീഡിതും നയമാമിതി. നീലക്കണ്ണാളെ, ഞാൻ കാമാർത്തനാണ്. വികാരാധീനനായ എന്നെ നീ സ്വീകരിക്കൂ. മന്ത്രാധീനനായി തീർന്ന എന്നെ സന്തോഷിപ്പിക്കൂ. കുന്തി ഉവാച. ശ്ലോകം 24. കന്യാസ്മകം തു ധർമ്മജ്ഞ സർവസാക്ഷിന്നമാമ്യഹം തവാപ്യഹം ന ദുർവാച്യ കുലകന്യാസ്മി സുവ്രത. ധർമ്മജ്ഞ, ഞാൻ കന്യകയാണ്. ഹേ സർവസാക്ഷി, ഞാൻ അങ്ങയെ കുമ്പിടുന്നു. അങ്ങ് എന്നോട് ദുർവചനം പറയരുതേ. ഞാൻ കുലകന്യകയാണ്. സൂര്യ ഉവാച. ശ്ലോകം 25. ലജ്ജാമേ മഹതീചാദ്യ യദി യച്ഛാമ്യഹം വൃഥാ വാച്യതാം സർവദേവാനാം യാസ്യാമ്യത്ര ന സംശയഃ. എനിക്ക് വലിയ ലജ്ജയുണ്ട് വന്നിട്ട് വെറുതെ പോകുന്നതിൽ. സകല ദേവന്മാർക്കും ഇത് പറച്ചിലിന് കാരണമാകുമെന്നതിലും സംശയമില്ല. ശ്ലോകം 26.
ശപ്സാമിതം ദ്വിജം ചദ്യ യേന മന്ത്രസമർപ്പിതഃ ത്വം ചാപി സുഭൃശം കുന്തി നോചേന്മാം ത്വം ഭജിഷ്യസി. ആരാണോ മന്ത്രം നിനക്ക് ഉപദേശിച്ചു തന്നത് ആ ബ്രാഹ്മണനെ ഞാനിപ്പോൾ ശപിക്കും. എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ തീർച്ചയാണ് നിന്നെയും ശപിക്കും. ശ്ലോകം 27. കന്യാധർമ്മസ്ഥിരസ്തേസ്യാന്ന ജാസ്യന്തി ജനാ കില മത്സമസ്തു തഥാ പുത്രോ ഭവിതാ തേ വരാനനെ. നിന്റെ കന്യാകത്വം സ്ഥിരമായിരിക്കും, മനുഷ്യരാരും അറിയുകയുമില്ല. സുമുഖി, എനിക്ക് തുല്യനായ ഒരു പുത്രൻ നിനക്കുണ്ടാകും. ശ്ലോകം 28. ഇത്യുക്ത്വാ തരണി കുന്തിം തന്മനസ്കാം സുലജ്ജിതാം ഭുക്ത്വാ ജഗാമദേവേശോ വരം ദത്വാതിവാഞ്ചിതം. എന്ന് പറഞ്ഞിട്ട് ദേവേശനായ സൂര്യൻ തന്നിൽ മനസ്സൂന്നി ലജ്ജാവിവശയായ കുന്തിയെ അനുഭവിച്ച ശേഷം ഇഷ്ടവരവ് നൽകി യാത്രയായി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. 28 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.